ഇവിടെ ശ്രീ അലക്സ് ഒഴികയിൽ ഒന്ന് വനം വന്യജീവി നിയമം വളരെ ശക്തമാണ്. ഒരു മൃഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനോ അതിനെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കാനോ ഉള്ള അധികാരം സംസ്ഥാനങ്ങൾക്കോ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ ഉണ്ടോ? ഇപ്പോൾ ഈ ആനയെ വെടിവെച്ച് കൊല്ലാം എന്ന് തീരുമാനിക്കാൻ ആരെ കൊണ്ട് പറ്റും? നമുക്ക് വളരെ എളുപ്പമാണ്, ആഹ്വാനം ചെയ്യാം. ഈ ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ നിയമം വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിവൈകാരികമായ ഒരു കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതിനപ്പുറത്ത് പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിലേക്ക് വരേണ്ടേ? തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടോ അഭിലാഷ്? കേൾക്കാം. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറഞ്ഞു ഈ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യവിരുദ്ധമാണ് എന്ന്. ജിൻഡോ ജോണിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം, 1972 ഇന്ദിരാഗാന്ധി എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവന്ന സമയത്ത് ഈ വനം വന്യജീവി വകുപ്പ് വന്യജീവി വിഷയം എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ അല്ലായിരുന്നു. സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ് 72 ഈ നിയമം. ആ നിയമം മനുഷ്യവിരുദ്ധമാണ് എന്ന് ജിൻഡോ ജോണിനും കോൺഗ്രസ് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ അത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഈ നിയമം 2022 കേന്ദ്രത്തിൽ നിയമ ഭേദഗതി നടത്തിയിരുന്നു. 19 എംപിമാരാണ് UDF കേരളത്തിൽ നിന്നുള്ളത്. അതിൽ എത്ര എംപിമാർ ഈ നിയമത്തിനെതിരെ സംസാരിച്ചു എന്ന് ജിൻഡോ ജോണിന് അറിയാവോ? രാഹുൽ ഗാന്ധി എന്ന വയനാടിന്റെ MP, ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്ന ജില്ലയാണ് വയനാട്. ആ വയനാട്ടിലെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പാർലമെന്റിൽ വേണ്ടിയിട്ടുണ്ടോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്? ഇല്ലല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസ് MP ഈ ക്ഷുദ്രജീവിയാക്കുന്ന പട്ടിക പോലും റദ്ദ് ചെയ്യണം എഴുതി കൊടുത്തത്. ഇതിനെതിരെ കൃത്യമായിട്ട് ഞങ്ങൾ അന്ന് പ്രതികരിക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താനുമായി വളരെ വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തിരുന്നു. 22 പേജുള്ള നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ കൊടുത്തിരുന്നു. പക്ഷെ ഞങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങൾ ആരും പരിഗണിച്ചില്ല. അതൊന്നാമത്തെ കാര്യം. കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ ഈ നിയമം അടിമുടി കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. മനുഷ്യവിരുദ്ധമാണ്, ഒരു സംശയവും ഇല്ല. അത് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ നിയമമാണ്. ഇനി അതിനകത്തേക്ക് അഭിലാഷ് ചോദിച്ച സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം, എന്താണ് പരിഹാരം? 2 പരിഹാരങ്ങളുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിന് ഹാനികരമാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള പ്രൊവിഷൻ ഉണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലാണെങ്കിൽ സെക്ഷൻ 11(1)(a) ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മനുഷ്യന്റെ ജീവന് ഹാനികരമാകുന്ന ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ പറ്റും. അതിനു മുമ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ. രണ്ടാമത്തെ കാര്യം CRPC 133(1)(f) പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് ആയ ജില്ലാ കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റും. 1987 മാനന്തവാടി സബ് കളക്ടർ ആയിരിക്കുന്ന മാരപാണ്ഡ്യൻ ഇതേ മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊന്നൊരാനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. മൈസൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസം മുമ്പ് 3 ആളെ കൊന്ന കടുവയെ കർണാടക സർക്കാർ വെടിവെച്ച് കൊന്നു. നമ്മുടെ കേരളത്തില് കോട്ടയം ജില്ലയിലെ എരുമേലിയില് 2 കാട്ടുപോത്തുകൾ രണ്ടുപേരെ കാട്ടുപോത്ത് കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു 6 മാസം മുമ്പ്. അന്ന് കോട്ടയം ജില്ലാ കളക്ടർ CRPC 131 പ്രകാരം ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ന് ഈ പറയുന്ന വയനാട് ജില്ലാ കളക്ടർ രേണു ഇന്നത്തെ മീറ്റിംഗിൽ ഇരുന്ന് പറഞ്ഞെന്താണെന്നറിയാവോ? അങ്ങനെ ഉത്തരവിടാൻ എനിക്ക് അധികാരമില്ലെന്നാ പറഞ്ഞത്. അത് ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഒരാൾ പോലും ആ മീറ്റിംഗിനില്ലായിരുന്നു. ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സംസ്ഥാനത്ത് മറിക്കാറുണ്ട്. പുള്ളി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എനിക്കറിയില്ല. ദൗർഭാഗ്യവശാൽ സംസ്ഥാനത്ത് മറിക്കാറടക്കം അവിടുത്തെ MLA-മാര് 3 MLA-മാര് MP ഒരാള് പോലും ഇതിനെതിരെ ഇങ്ങനെ ഒരു പവർ ഉപയോഗിച്ച് അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അപ്പൊ പരിഹാരം ഇല്ലാത്ത വിഷയമല്ല, പരിഹാരം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, 1 മിനിറ്റ് കൂടെ എനിക്ക് തരണം അഭിലാഷ്. ഇതില് നമ്മുടെ ഇത് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമാണ്. അറിയാത്ത കാര്യമല്ലല്ലോ. കൃത്യമായിട്ട് ദീപ എന്ന CCF പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ആനയെ പറ്റി ഞങ്ങൾക്ക് വിവരമുണ്ട്, ഞങ്ങൾ അതിനെ നിരീക്ഷിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ ആളെ കൊന്നു? അതിനാർക്ക് ഉത്തരവാദിത്വം? ഈ CCF-ന് ഉത്തരവാദിത്വമില്ലേ? ഈ DFO-ക്ക് ഉത്തരവാദിത്വമില്ലേ? മാർട്ടിൻ ലോവൽ എന്ന് പറയുന്ന വയനാട് DFO-യും CCF എന്ന് പറയുന്ന ദീപയെയും ക്രിമിനൽ ആർക്കൊക്കെ നമുക്ക് ഉത്തരവാദിത്വം ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിലേക്ക് വരാം ശ്രീ അലക്സ്.